നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ DNA ഡിസ്കസ് ചെയ്യാനായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിലെയും അതുപോലെ തന്നെ ഹിന്ദുവിന്റെ ബിസിനസ് ലൈൻ മാഗസിനിലെയും ആർട്ടിക്കൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 4 ആർട്ടിക്കിൾസ് ആണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 4 ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞ പോലെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഗവേണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫസ്റ്റ് ആർട്ടിക്കിൾ നോക്കുവാണെങ്കിൽ റീസെന്റ് ഇപ്പൊ നമുക്ക് ഈ ബഡ്ജറ്റ് വരാൻ പോവാണ്, അടുത്ത ദിവസങ്ങളിൽ ബഡ്ജറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് FDI ഇൻ ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ നമ്മൾ 2 ആർട്ടിക്കിൾ ക്ലബ് ചെയ്തായിരിക്കും പഠിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ട് ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഐ മീൻ ഈ പറഞ്ഞ അവിടെ നമ്മൾ ഫോറിൻ റിലേഷൻസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ആയിട്ടാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ ബിസിനസ് ലൈനിലെ ഒരു ആർട്ടിക്കിൾ ക്ലബ് ചെയ്തിരിക്കും. അങ്ങനെ മൊത്തം 2 ആർട്ടിക്കിൾസും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലും അതേപോലെ എക്കണോമിയുടെ പെർസ്പെക്റ്റീവിലും FDI എന്ന് പറയുമ്പോഴേക്കും എക്കണോമിയുടെ റിലേറ്റഡ് ആയിട്ട് വരും. ആ ഈ 2 പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ആർട്ടിക്കിളുടെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു RBI അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിലും ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഏകദേശം 1.5 lakh crore റുപ്പീസിന്റെ ഒരു ലിക്വിഡിറ്റി ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഈൽഡിൽ സോഫ്റ്റൻ ചെയ്തിട്ടുണ്ട്. ഈൽഡ് സോഫ്റ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈൽഡ് റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യാം, ദാറ്റ് ഇൻ ദ പെർസ്പെക്ടീവ് ഓഫ് എക്കണോമിക്സ്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് ബിസിനസ് ലൈൻ മാഗസിനിലെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണ് ഫോറക്സ് റിസർവ് ഹൗ ഹെൽത്തി ആർ ഇന്ത്യസ് ഹോൾഡിംഗ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്, അപ്കമിംഗ് ഫിലിംസിനൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ് മൂന്നാമത്തെ ആർട്ടിക്കിൾ. ദെൻ നാലാമത്തെ ടോപ്പിക്ക് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA-യുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിളാണ്. എന്തുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ എന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വയനാട്ടിൽ ഇറങ്ങി ഈ പറഞ്ഞ പോലെ കടുവ ഈ പറഞ്ഞ ആ ഒരു ടൈഗർ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈഗറിന്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആ ഒരു ന്യൂസ് വന്നിട്ടിരിക്കുന്നത്. സോ അത് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നൊരു മോഡൽ MC കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഇത്. ഞാൻ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണിത്. ദ ബഡ്ജറ്റ് പൈപ്പ് ലൈൻ ആൻഡ് ഇന്ത്യസ് ഫോറിൻ പോളിസി അംബിഷൻസ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിളാണ് നമുക്ക് ഇന്നത്തെ ബിസിനസ് ലൈനിലെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണ് ബഡ്ജറ്റ് സെറ്റ് ടു ഉഷർ ഇൻ മേജർ റിഫോംസ് ഇൻ ഇൻഷുറൻസ് സെക്ടർ. രണ്ടും ഏകദേശം ഈ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക്കിൾ ഇൻഷുറൻസ് സെക്ടറിലെ FDI-യുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഇവിടെ പൊതുവായിട്ട് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ പറയുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിൽ നമ്മൾ അലോ ചെയ്യുന്ന FDI അല്ലെങ്കിൽ FPI-യുടെ പോളിസികളും കാര്യങ്ങളും എങ്ങനെയായിരിക്കും നമ്മുടെ വിദേശ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ നമ്മളെ സഹായിക്കുന്നത്, ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് സഹായിക്കുന്ന തുടങ്ങിയ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ആർട്ടിക്കിളിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. സോ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലവിൽ രാജ്യത്ത് അലോ ചെയ്തിരിക്കുന്ന FDI എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിളിനകത്ത് ആ ഒരു ഫോറിൻ റിലേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം FDI എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിൽ വരുന്ന 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും, രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും FPI. ഇതിൽ FPI എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്കൊക്കെ വരുന്ന നിക്ഷേപങ്ങളെയാണ് നമ്മൾ ഫോറിൻ ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ FPI ആയിട്ട് നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും പറയാറുണ്ട്. FDI ആണ് ഇന്നിപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്നത്. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കമ്പനികളിൽ വിദേശത്ത് നിന്ന് വരുന്ന കമ്പനികൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ഫോറിനേഴ്സ് ഈ പറഞ്ഞ ഇന്ത്യൻ കമ്പനികൾ നേരിട്ട് നടത്തുന്ന നിക്ഷേപങ്ങളെയാണ് ഈ പറഞ്ഞ പോലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ബഡ്ജറ്റ് നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസ് മേഖലയിൽ 74% നമ്മൾ FDI അലോ ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് 74% വരെ ഷെയർ ഈ പറഞ്ഞ പോലെ വിദേശികൾക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, മീൻസ് ഇൻഡയറക്ട്ലി തന്നെ പറയുന്നുണ്ട്, നിലവിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും അവിടെ വിദേശിക്ക് ഓൺ ചെയ്യാം. പക്ഷേ ആ ഓണർഷിപ്പിനകത്ത് ഒരു സർട്ടൻ എമൗണ്ട് ആരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം, ഒരു ഇന്ത്യൻ എന്റിറ്റിയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് ബാക്കി 26%, 74% ഫോറിനേഴ്സിന് ഹോൾഡ് ചെയ്യാം, ബാക്കി 26% ഒരു ഇന്ത്യൻ എന്റിറ്റിയുടെ കയ്യിൽ തന്നെയായിരിക്കണം നിൽക്കേണ്ടത്. അതിന് മാറ്റം വരാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഗവൺമെന്റ് ആക്റ്റീവ്ലി കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബഡ്ജറ്റിനകത്ത് ഒരു പക്ഷേ അതിന്റെ നിലപാടുകൾ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് മീൻസ് നത്തിങ് ബട്ട് 100% FDI ഇൻഷുറൻസ് മേഖലയിൽ 100% FDI ഗവൺമെന്റ് ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാം. 100% FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ വിദേശത്ത് നിന്നുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ എന്റിറ്റീസിന് ഇന്ത്യയിൽ വന്നിട്ട് സ്വന്തമായിട്ട് പറഞ്ഞു അവരുടെ പൂർണ്ണമായി അവരുടെ അധികാരമുള്ള രീതിയിൽ അവരുടേതായുള്ള ഒരു കമ്പനി എന്ന നിലയിൽ ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനികൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 100% FDI എന്ന് പറയുവാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം ഈ ബഡ്ജറ്റിൽ വന്നേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു നീക്കം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറേ കൂടെ നമ്മൾ ലിബറൽ ആക്കി കഴിയുമ്പോഴേക്കും നമ്മൾ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ് അവിടെ വർദ്ധിക്കുന്നത്. അതാണ് തൊട്ട് മുമ്പത്തെ ആർട്ടിക്കിളിലേക്ക് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്.
ബിക്കോസ് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടും, ആ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരാൻ സാധിക്കും. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഫോറിൻ പോളിസികളിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ്. സോ എനിവേ ഈ ഒരു ആർട്ടിക്കൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഇസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എഫ് ഡി എന്നുള്ള കാര്യം. എഫ് ഡി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, വിദേശത്തു നിന്നുള്ള കമ്പനികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ വേറൊരു രാജ്യത്ത് വന്ന് നേരിട്ട് നടത്തുന്ന ഡയറക്ട്ലി അവിടെയുള്ള കമ്പനികൾ നടത്തുന്ന നിക്ഷേപങ്ങളെയാണ് നമ്മൾ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നടത്തുന്ന ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പേരാണ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറിൻ ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഇതില് ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നല്ലതാണ്. ഒബ്വിയസ്ലി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് നല്ലതാണ്, ബട്ട് ഇതിൽ കുറച്ചും കൂടെ നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബിക്കോസ് നേരിട്ട് നടന്ന നിക്ഷേപങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ കൂടുതൽ നാള് നിൽക്കാൻ ചാൻസ് ഉള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന നിക്ഷേപങ്ങൾ മേ ബി ഇപ്പോഴത്തെ കറന്റ് ലെവൽ ഓഫ് സിറ്റുവേഷൻ പരിഗണിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വിദേശത്തു നിന്നുള്ള കമ്പനികളൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തേടി വരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് നാളെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, ഓരോ ദിവസം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നാളെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ ഈ പറഞ്ഞ ഇച്ചിരി രീതിയിൽ ലോ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വന്ന ഫണ്ടുകളെല്ലാം നാളെ തന്നെ തിരിച്ച് അവരുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സോഴ്സിൽ മറ്റ് ഈ പറഞ്ഞ പോലെ ഹെവൻ മറ്റ് പ്ലേസസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് റുപ്പിക്ക് ഈ പറഞ്ഞ പോലെ ഡീവാലുവേഷനും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റാദർ ദാൻ എഫ് പി ഐ കുറച്ചുകൂടെ നമുക്ക് സേഫർ ഇൻ ദ സെൻസ് നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ എന്ന് പറയാൻ സാധിക്കുന്ന എഫ് ഡി ആണ്. ബിക്കോസ് എഫ് ഡി ഐ അപ്രോക്സിമേറ്റ്ലി ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 10 വർഷം വരെ ഇന്ത്യയിൽ നിൽക്കാൻ ചാൻസ് ഉള്ളവയാണ് എഫ് ഡി ഐ എന്ന് പറയുന്നത്. കാരണം ഇന്ന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഓൺ ആൻ ആവറേജ് 10 വർഷം വരെയൊക്കെ ഇന്ത്യയിൽ നിൽക്കാറുണ്ട്. അപ്പൊ കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതലും നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോറിൻ ഫണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാടധികം ക്യാപിറ്റൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജി വൈസ് ആയാലും മെഷീനറി വൈസ് ആയാലും അല്ലെങ്കിൽ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ് ലെവലിലായിരിക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഹോം കൺട്രിക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഡി ഐയിലൂടെയാണ്. ബിക്കോസ് എഫ് ഡി ഐയിലൂടെ നമ്മൾ നേരിട്ടൊരു കമ്പനി നിക്ഷേപം നടത്തുമ്പോൾ ആ കമ്പനി ഈ പറഞ്ഞ നഷ്ടത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കത്തില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിദേശത്ത് നമുക്കുള്ള എക്സ്പെർട്ടൈസുകൾ അല്ലെങ്കിൽ നമുക്കുള്ള മെഷീനറികൾ ടെക്നോളജികൾ അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും, ആ വിദേശം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ആ കമ്പനിക്ക് അത് ഗുണകരമായിട്ട് മാറാവുന്നതാണ്. പിന്നെ അതുപോലെ കൂടുതൽ ക്യാപിറ്റൽ കിട്ടുമ്പോൾ കൂടുതൽ കമ്പനികൾക്ക് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ മോർ ആൻഡ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ GDP വളർച്ചയ്ക്കും ഒക്കെ തന്നെ സഹായിക്കുന്ന പോയിന്റ്സ് ആണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്കിൽ അപ്ഡേഷൻസിന്, ടെക്നോളജി അപ്ഡേഷൻസിന്, അങ്ങനെ ഡൊമസ്റ്റിക് ഫേംസ് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആകാനായിട്ട് ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് ഒരുപാടധികം ഗുണങ്ങളുണ്ടെന്ന കാര്യം ഓർക്കുക. ഈ പോയിന്റുകൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിന് ചോദിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒരു 4-5 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടും തരാം. ഏതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഈ പറഞ്ഞ ഇൻഷുറൻസ് സെക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വാർത്ത വന്നിരിക്കുന്നത്. ആ ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ഏറ്റവും 5th ലാർജസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം 5th ലാർജസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റ് ആണ് ഇന്ത്യ. ഇൻ ദ വേൾഡ്സ് എമർജിംഗ് ഇൻഷുറൻസ് മാർക്കറ്റ് ഗ്രോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 32 to 34% പെർ ഇയർ ആണ് നമ്മുടെ ഇവിടുത്തെ ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻഷുറൻസ് പല രീതിയിലുണ്ട്. ടേം ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസുകൾ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ 5th ലാർജസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇറ്റ് ഗ്രോയിങ് റേറ്റ് ഓഫ് 32 to 34% ഈച്ച് ഇയർ. ഇനി ഇവിടെ നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് മേഖല റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. IRDA എന്ന് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്നലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സെബി പഠിച്ചില്ലേ? സെബിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ എന്ന് പഠിച്ചല്ലോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖല റെഗുലേറ്റർ ആണ് IRDA. IRDAയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ 2047 ഇൻഷുറൻസ് ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. 2047 പ്രത്യേകം നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടി 100ാം വാർഷികമാണ്. അന്ന് ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യമാകണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ 2047 ഇൻഷുറൻസ് ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ IRDA ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ ഇപ്പം കറന്റ് പറയുവാണെങ്കിൽ ഇന്ന് ഒരുപാട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. കറന്റ് ഇപ്പം ലേറ്റസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്കണോമിക് സർവേ 2023-24 ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എക്കണോമിക് സർവേ. ഈ എക്കണോമിക് സർവേ പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ ഇൻഷുറൻസ് പെനിട്രേഷൻ ലെവലിൽ താരതമ്യം അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ കുറയുക ചെയ്തത്. ഈ ട്രെൻഡ് അറിഞ്ഞിരിക്കണം. ബിക്കോസ് പ്രിലിംസിനൊക്കെ ചോദിക്കാം. നോർമലി നമ്മൾ പെനിട്രേഷൻ ലെവൽ കൂടി എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ 2022 4.2% ഇൻഷുറൻസ് പെനിട്രേഷൻ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇപ്പോൾ 2023 ഡേറ്റ വന്നു കഴിഞ്ഞപ്പോഴേക്കും 4% ഉള്ളൂ. ഒരു സ്മോൾ പെർസെന്റേജിന്റെ ഒരു ഡിക്രീസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് സെഗ്മെന്റിലാണെങ്കിൽ നമ്മൾ പറയുവാണെങ്കിൽ ഇൻഷുറൻസ് പെനിട്രേഷൻ നോക്കുവാണെങ്കിൽ 2023 അതും കുറഞ്ഞിട്ടുണ്ട്. 22 3.2 ഉണ്ടായിരുന്നത് ഇത് 3%-ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. പൊതുവായിട്ടാണ് ഇൻഷുറൻസ്
ഓവറോൾ ഇൻഷുറൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു 4 4.2 അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഷുറൻസ് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നത്. കാരണം ലൈഫ് ഇൻഷുറൻസ് അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പെൻട്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ. വാഹന ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ മാൻഡേറ്ററി ആക്കിയത് കൊണ്ട് തന്നെ ഭൂരിഭാഗം വാഹനങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാവും. പക്ഷേ ഈ വക കാര്യങ്ങൾ നമ്മൾ വോളണ്ടറി ആണ്. ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നിലവിൽ നമ്മുടെ ഇവിടെ മാൻഡേറ്ററി അല്ല, വോളണ്ടറി ആണ്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്ക് ഇത് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചറും കൂടുതലാണ് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ. അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇതിന്റെ പെനിട്രേഷൻ ലെവലൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ലൈക്ക് എന്ത് മാറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം 74% ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഈ 74% എന്നുള്ളത് 100% എഫ് ഡിയിലേക്ക് ഉയർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ ക്യാപിറ്റൽ കണ്ടെത്താൻ സാധിക്കും, കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ സാധിക്കും. ബിക്കോസ് ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു 2047 എല്ലാ ആളുകളിലും ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഉണ്ടാകണം. ഇൻഷുറൻസ് ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്, ഫോർ ഓൾ ബൈ 2047. അപ്പോൾ എല്ലാ ആളുകളിലേക്ക് ഇൻഷുറൻസ് എത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ പൈസയുടെ ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്രോക്സിമേറ്റ്ലി 50,000 കോടി രൂപയുടെ ആവശ്യം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത്രയും ഫണ്ട് കിട്ടാനായിട്ട് ഇന്ത്യൻ കമ്പനീസിനെ കൊണ്ട് മാത്രം സാധിക്കത്തില്ല. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു ഫ്യൂവലാണ് ഇത്തരത്തിൽ വിദേശത്തുള്ള കമ്പനികളിൽ നിന്നുള്ള ഫണ്ടുകളും കൂടെ കിട്ടാൻ പറ്റുവാണെങ്കിൽ എന്നുള്ള കാര്യം. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഓരോ വർഷവും ഈ പറഞ്ഞ പോലെ നമുക്കൊരു കണക്കുകൾ ഇപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് ഓർക്കണേ. നമുക്ക് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഹൗസ് ഹോൾഡ് മീൻസ് ഈ പറഞ്ഞ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, കൺസംഷൻ അല്ല, ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നമ്മുടെ ഇവിടെ കൂടുതലാന്ന് പറഞ്ഞല്ലോ. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ ഇതില്ലാത്തതുകൊണ്ടിട്ടാണ്. ഇപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ചെലവുകളൊക്കെ തന്നെ വർദ്ധിക്കാൻ കാരണം ഈ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഏകദേശം ആനുവലി $10 ബില്യൺ ലാഭിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇഫ് ദേ ആർ കവേർഡ് അണ്ടർ ഇൻഷുറൻസസ്, ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇൻഷുറൻസിൽ കവേർഡ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യക്കാർക്ക് ആനുവലി $10 ബില്യൺ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇന്നിപ്പോൾ ഈ കവറേജ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ വരുന്ന എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഫുള്ളി നമ്മൾ ബോൺ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കവേർഡ് ആക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ ഇൻഷുറൻസ് ഫോർ ഓൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ. അപ്പൊ അത് മെയിൻസിനൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. എന്തിനാണ് ഇൻഷുറൻസ് പെനിട്രേഷൻ വർദ്ധിപ്പിക്കേണ്ടത്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരുവാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു ആർട്ടിക്കിളിലേക്ക് തിരികെ വരികയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇപ്പം നിലവിൽ നമുക്ക് 74% ആണ്. ഇനി ഇതിപ്പോൾ നമ്മൾ 100%ലേക്ക് ഉയർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഡ്ജറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അവതരിപ്പിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് മാറ്റം എന്നുള്ള കാര്യം. എനിവേ പ്രതീക്ഷിക്കുന്നതാണ് 100%ലേക്ക് മാറും എന്നുള്ള കാര്യം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഗുണങ്ങളാണ് ഞാൻ ഇപ്പോൾ തൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു കാര്യം അറിഞ്ഞിരിക്കണം, 2015 ശേഷമാണ് ഇത്രയും അധികം ഈ പറഞ്ഞ എഫ് ഡി ഇൻഷുറൻസ് മേഖലയെ നമ്മൾ ഉയർത്തുന്നത്. പണ്ട് ഈ പറഞ്ഞ പോലെ ഇത് 26% മാത്രമായിരുന്നു. എഫ് ഡി എന്ന് പറയുന്ന ഇൻഷുറൻസ് മേഖല 26% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ 26 എന്ന് പറയുമ്പോൾ ബാക്കി 74% ഇന്ത്യൻസ് ആയിരിക്കണം ഓൺ ചെയ്യേണ്ടത്. 26% വിദേശികൾക്ക് നിക്ഷേപിക്കായിരുന്നു. പിന്നീട് ഇത് ഈ പറഞ്ഞ 2015 49% ആക്കി മാറ്റി. 49% വരെ വിദേശികൾക്ക് നിക്ഷേപിക്കാം, 51% വരെ 51% ആയിരിക്കണം ഇന്ത്യൻ എന്റിറ്റീസിന്റെ ആയിരിക്കണം. പിന്നീട് 2021 ഫർദർ ഓൺ ഇത് ഇൻക്രീസ് ചെയ്ത് 74%ലേക്ക് എത്തിച്ചത്. ഇതാണ് പിന്നെ ഇപ്പൊ മാറ്റുന്ന 74 100 ആക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ദ പ്രൊപ്പോസ്ഡ് ഇൻക്രീസ് ടു 100% എഫ് ഡി ഐ എയിംസ് ടു ഫുള്ളി open India's insurance market to global investors, paving the way for significant capital inflows. ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് 50,000 കോടി രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞു ഇനി ആനുവലി. അപ്പൊ അതിലേക്കുള്ള സഹായം നിലയിലാണ് കമ്പനികൾക്ക് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോസ് കണ്ടെത്താൻ സാധിക്കും. എഫ് ഡി റേറ്റുകളൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഓർക്കാം. അതുപോലെ ഈ ഒരു ടേം ഓർക്കണം, ഇത് പ്രിലിംസിന് ആവശ്യമായിട്ടും അറിയാം. എന്താണ് കോമ്പോസിറ്റ് ലൈസൻസസ്? എന്താണ് കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പല മോഡ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാലോ. ലൈക്ക് പറയുവാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം, ജനറൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യാം. നിലവിലെ നമ്മുടെ നിയമപ്രകാരം ഒരു കമ്പനി തന്നെ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഓരോന്നിനും ഓരോരോ ലൈസൻസുകൾ വേണം. ലൈഫ് ഇൻഷുറൻസിന് ലൈസൻസ് വേണം അവർക്ക്, ഹെൽത്തിന് ലൈഫ് ഇൻഷുറൻസ് വേണം, ഈ പറഞ്ഞ പോലെ ജനറൽ ഇൻഷുറൻസിന് അവർക്ക് ലൈസൻസ് വേണം. എന്നാൽ കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടിയായിട്ട് നമ്മൾ സിംഗിൾ ലൈസൻസ് ഏർപ്പാടാക്കുന്നതിനെയാണ് കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമ്പോസിറ്റ് ലൈസൻസുകളൊക്കെ നടപ്പാക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കൂടുതൽ ബിസിനസ് ഫ്രണ്ട്ലി ആയി മാറുക ചെയ്യുന്നത്. കമ്പനികൾ കൂടുതലും എളുപ്പമാവുമല്ലോ അവരുടെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ലിബറലൈസേഷൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. എഫ് ഡി ഐ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്ച്വലി വി ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ ഗ്ലോബലൈസ്ഡ്. നമ്മൾ കൂടുതൽ ഗ്ലോബലൈസ്ഡ് ആവുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈസൻസ് ആണെങ്കിൽ സിംഗിൾ ലൈസൻസിലേക്ക് മാറ്റുമ്പോൾ ആക്ച്വലി നമ്മളോട് എന്താ ചെയ്യുന്നത്? ലിബറലൈസേഷൻ, കൂടുതൽ കമ്പനികൾക്ക് ലിബറലൈസേഷൻ എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മളോട് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ പ്രൈവറ്റൈസേഷൻ അലൗഡ് ആണ്. ബിക്കോസ് ഇന്ത്യയിൽ നിലവിൽ പറയുവാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ആകപ്പാടെ പ്രവർത്തിക്കുന്ന ഒരു സോൾ എൻറ്റിറ്റി, ഗവൺമെന്റ് എൻറ്റിറ്റി എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ LIC ആണ്. മറ്റ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം പ്രൈവറ്റ്ലി ഓൺഡ് ഇൻഷുറൻസ് കമ്പനീസ് ആണ് ലൈഫ് ഇൻഷുറൻസിൽ. അപ്പോൾ അവിടെ ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇച്ചിരി പറഞ്ഞ പോലെ പ്രൈവറ്റൈസ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ കുറേ കൂടെ ലിബറലൈസ്ഡ് ആക്കുന്നു. പിന്നെ അതേപോലെ എഫ് ഡി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ കുറേ കൂടെ ഗ്ലോബലൈസ്ഡ് ആകുന്നു എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം.
Second article is rupee down 17 paise and GSEC means government securities yields though on RBI's liquidity infusion steps. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ, കുറയുക എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഈൽഡ് കുറഞ്ഞു, റെഡ്യൂസ് ചെയ്തു, സോഫ്റ്റൻ ചെയ്യാന്ന് പറഞ്ഞാലും റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റുപ്പി ഡൗൺ 17 പൈസ വിച്ച് മീൻസ് നത്തിങ് ബട്ട് ഡിപ്രീസിയേഷൻ. റുപ്പി 17 പൈസ കണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. രണ്ടാമതാണ്, അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ട ഡിപ്രീസിയേഷന്റെ കാരണം ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് GSECന്റെ ഈ പറഞ്ഞ പോലെ ഈൽഡ് ഈ പറഞ്ഞ പോലെ എങ്ങനെ ലോവർ ചെയ്തു, കുറഞ്ഞു എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് പരിശോധിക്കണം. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കണ്ട റുപ്പിക്ക് സംഭവിച്ച ഡിപ്രീസിയേഷൻ ആണ് 86.52 ഉണ്ടായിരുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തപ്പോൾ 86.35 ക്ലോസ് ചെയ്തത്. വിച്ച് മീൻസ് 17 പൈസയുടെ ഒരു ഡിപ്രീസിയേഷൻ. യൂഷ്വലി നമ്മൾ പല ക്ലാസ്സുകളായിട്ട് DNA ക്ലാസ്സുകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴാണ് റുപ്പിക്ക് ഡിപ്രീസിയേറ്റ് സംഭവിക്കുക എന്ന് വെച്ചാൽ വെൻ എവർ ഡോളർ മൂവ്സ് ഔട്ട്വേർഡ്സ്. നമ്മുടെ ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കാണ് റുപ്പിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ അപ്രീസിയേഷൻ സംഭവിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതി ഇവിടെ നടന്നെന്ന് പറയുമ്പോൾ 86.35 ഓപ്പൺ ചെയ്താണ്, ക്ലോസ് ചെയ്തപ്പോൾ 86, ഞാൻ പറഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു പോയി, ക്ലോസ് ചെയ്തപ്പോൾ 86.52 ക്ലോസ് ചെയ്തത്. 17 പൈസ കണ്ട് അതിന് ഈ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് റുപ്പിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ whenever a dollar moves ഫ്രം അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത് നിന്ന് ഡോളർ പുറത്തേക്ക് പോകുമ്പോഴേക്കുമാണ് ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസ് സംഭവിക്കുന്നത്. ബിക്കോസ് പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തതിനായിരിക്കും വിദേശ കറൻസി ഡോളറിനായിരിക്കും. ഏതൊരു വസ്തുവിന്റെയാണോ ഡിമാൻഡ് കൂടുന്നത് അതിന്റെ മൂല്യം കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ മൂല്യം കൂടുന്ന പറഞ്ഞാൽ ഡോളറിനാണ്. അപ്പൊ നേരെ തിരിച്ച് ഇവിടെ മൂല്യം കുറയുന്ന ആരുടെ, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡോളർ പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയും. അഥവാ എക്കണോമിക് ടേമിൽ പറയുവാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഗെറ്റ്സ് ഡിപ്രീഷിയേറ്റഡ് അഗൈൻസ്റ്റ് ഡോളർ എന്ന് ബേസിക്കലി പറയും. നേരെ തിരിച്ച് ഫണ്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചോ, ഡോളർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർക്കെല്ലാം ഡോളർ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡോളറിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അവിടെ ആവശ്യകത ഏതിന്റെ കൂടിയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റുപ്പിയുടെ ആവശ്യകത കൂടി. ഏതൊരു വസ്തുവിന്റെ ആവശ്യകത കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ മൂല്യം കൂടും. അപ്പൊ ഇവിടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കൂടും. ആ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കൂടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ റുപ്പി ഗെറ്റ് അപ്രീഷിയേറ്റഡ് അഗൈൻസ്റ്റ് ഡോളർ എന്ന് പറയുന്നത്. സോ വെനെവർ ഫണ്ട് മൂവ്സ് ഔട്ട്വേർഡ്സ് ഇന്ത്യൻ റുപ്പി ഗെറ്റ് ഡിപ്രീഷിയേറ്റ്സ് ആൻഡ് വെനെവർ ഫണ്ട് കംസ് ടു യുവർ കൺട്രി ഇന്ത്യൻ റുപ്പി ഗെറ്റ്സ് അപ്രീഷിയേറ്റ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇനി മനസ്സിലാക്കിക്കോണം ഫണ്ട് എങ്ങോട്ടാ മൂവ് ചെയ്ത് പുറത്തേക്ക് പോയത്. ഫണ്ട് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഡോളർ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോയി. ഡോളർ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളാണ്. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിലേറി. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയെ തോൽപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുകളിൽ എക്കണോമിക് സാങ്ഷൻസും എല്ലാ കാര്യങ്ങളും എടുത്തിടും എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ റഷ്യ അതുപോലെ ഇന്ത്യയും ഒക്കെ തന്നെ ഒളിഞ്ഞും പറഞ്ഞു ഈ പറഞ്ഞ പോലെ ട്രംപ് അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോഴേക്കും ചില ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, എസ്പെഷ്യലി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ വിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബിക്കോസ് എക്കണോമി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമുക്കറിയാലോ ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തന്നെ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ട്രംപ് പറഞ്ഞപ്പോഴേക്കും എസ്പെഷ്യലി അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ഇച്ചിരി താഴത്തേക്ക് ലോ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ബിക്കോസ് ഫണ്ട് പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രസ്താവനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അവരുടെ സേഫ്റ്റി നോക്കിയല്ലേ നിൽക്കുന്നല്ലോ, പൈസ നഷ്ടപ്പെടാൻ അവർ ശ്രമിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കുറെ അധികം വിഡ്രോ ചെയ്ത് പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം നാളെ എങ്ങാനും ട്രംപിന്റെ കാര്യമാണ്, എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ട്രംപ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫണ്ട് പുറത്തേക്ക് പോകുന്നു. ആൻഡ് ആ മൂവ്മെന്റ്, ആ ഔട്ട്വേർഡ് മൂവ്മെന്റ് ആണ് ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ സംഭവിപ്പിച്ചെന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ, എങ്ങനെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഈൽഡ് കുറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഈൽഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബോണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇരിക്കുന്ന YIELD. ഓക്കെ, ഈൽഡ് എന്ന് പറയുന്നത് ആ ഒരു ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ്. ആ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജനറൽ ഗവൺമെന്റ് സെക്യൂരിറ്റി എടുക്കാം കേട്ടോ, ഞാൻ ഇവിടെ ബോണ്ട് എന്ന് പറയുന്നുള്ളൂ. ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ ദെൻ ഈ പറഞ്ഞ പോലെ ബോണ്ടിന്റെ പ്രൈസ്. ഓക്കെ, ബോണ്ടിന്റെ പ്രൈസ് എന്നുള്ളതിനെയാണ്. അപ്പൊ ഈൽഡ് എന്ന് പറയുന്നത് ബോണ്ട് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ബോണ്ട് പ്രൈസ് ആണ് വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈൽഡ് ഇസ് directly proportional to 1 by bond yield. ഓക്കെ, ബോണ്ട് പ്രൈസ് അഥവാ ഈ പറഞ്ഞ yield is inversely related to ബോണ്ട് പ്രൈസ് എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്. ഇവിടെ എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ നമ്മൾ വാർത്തകൾ ഞാൻ DN എടുത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ ഈ പറഞ്ഞ പോലെ RBI 1.5 lakh crore rupees ഇഞ്ചക്ട് ചെയ്യുകയാണ്, മണി ഇഞ്ചക്ട് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മണി ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഒരുപാട് അധികം ആളുകളുടെ കയ്യിലേക്ക് പൈസ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പൈസ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾ കൂടുതലും ഇതുപോലുള്ള ബോണ്ടുകൾ വാങ്ങാനായിട്ട് മീൻസ് പൈസ കയ്യിലുണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒക്കെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നടക്കും. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നടക്കുമ്പോഴേക്കും ഈ സാധനങ്ങളുടെ ഒക്കെ തന്നെ ഡിമാൻഡ് വർദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർത്തിരിക്കുക, ഏതൊരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടിയോ അതിന്റെ മൂല്യം കൂടും. അപ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ എത്തിക്കഴിയുമ്പോഴേക്കും അവർ ഇതിനകത്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നടക്കും. അങ്ങനെ ബോണ്ടിന്റെ ഒക്കെ തന്നെ പ്രൈസ് കൂടും. ബോണ്ടിന്റെ പ്രൈസ് കൂടുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ രീതിയിൽ ഈൽഡിന് എന്ത് സംഭവിക്കും? ഈൽഡ് കുറയും. അതാണ് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ബോണ്ട് ഈൽഡ് റെഡ്യൂസ്ഡ്.
ബോണ്ടിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ സോഫ്റ്റനായി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത്. അപ്പൊ ഇത്രയുള്ള ഈ രണ്ട് കാര്യങ്ങൾ എക്കണോമിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് പിടികിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകാനായിട്ട് സാധിക്കും. സോ ഈ പറഞ്ഞ രണ്ട് പോയിന്റ്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യുകയാണ്. NTCA സീക്സ് റിപ്പോർട്ട് ഓൺ ടൈഗേഴ്സ് ഡെത്ത്. ഇത് നമ്മുടെ വയനാട്ടിലുണ്ടായ ആ ഒരു ടൈഗർ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് NTCA റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് NTCA എന്നുള്ളതിനെ കുറിച്ചാണ്. ബിക്കോസ് പ്രിലിംസിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. സോ NTCA എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓർത്തിരി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വർക്ക് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആക്ട് ഉണ്ടായിരിക്കണം പിൻബലം കൊടുക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 പ്രകാരം അധികാരം കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് NTCA. എസ്റ്റാബ്ലിഷ് ചെയ്ത് 2006 കാര്യം മറക്കാതെ ഓർത്തിരിക്കാം. ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പ്രൊവൈഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ടു പ്രൊജക്ട് ടൈഗർ. പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞാൽ ടൈഗർ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ. ആ പ്രൊജക്ട് ടൈഗറിന് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു NTCAയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് പറയപ്പെടുന്നത്. ഇനി NTCA എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആ ഒരു ടൈഗറിന്റെ ഡെത്തിന്റെ കുറിച്ചൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കാരണം ടൈഗർ പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ NTCAയുടെ പ്രധാനപ്പെട്ട റോളാണ്. സോ NTCAയുടെ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകത്ത് ചോദിക്കാന്നാണ് NTCAയുടെ ചെയർമാൻ ആരാന്ന് ചോദിക്കാം. തെറ്റായിട്ട് രീതിയിൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു പറയാം. അല്ല, NTCAയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ചാർജ് ഓഫ് മോഫെക് ആണ്. മോഫെക് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതായത് MOEFPCC എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ മന്ത്രിയായിരിക്കും ഈ പറഞ്ഞ NTCAയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ വൈസ് ചെയർമാൻ ആരായിരിക്കും ചോദിച്ചാൽ ഇതേ മന്ത്രാലയത്തിന്റെ ഇതേ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സഹമന്ത്രിയാണ്. ഓക്കെ, സഹമന്ത്രിയായിരിക്കും വൈസ് ചെയർമാൻ. പിന്നെ പാർലമെന്റിലെ 3 അംഗങ്ങൾ ഉണ്ടാവും. വിച്ച് മീൻസ് MP 3 MP പിന്നെ ഈ മന്ത്രാലയത്തിന് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സെക്രട്ടറി അതിനകത്തുണ്ട്. പിന്നെ അത്രയും പേരുള്ള. അപ്പൊ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പേരാണ് ഈ പറഞ്ഞ പോലെ NTCAയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ചെയർമാൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആയിരിക്കും ചെയർമാൻ. എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഈ പറഞ്ഞ പോലെ സഹമന്ത്രി ആയിരിക്കും വൈസ് ചെയർമാൻ. പിന്നെ 3 MP പിന്നെ ആ മിനിസ്ട്രിയുടെ ഈ പറഞ്ഞ പോലെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് സെക്രട്ടറിയും ഇത്രയും പേരടങ്ങുന്ന 6 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കാം. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാം. എക്സാം റിലേറ്റഡ് ഇത്രയും കാര്യങ്ങൾ NTCAയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്, ഫോറക്സ് റിസർവ്സ് ഹൗ ഹെൽത്തി ആർ ഇന്ത്യസ് ഹോൾഡിംഗ്സ് എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 700 ബില്യൺ ക്രോസ് ചെയ്തു. $700 ബില്യൺ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു റെക്കോർഡ് നേട്ടം തന്നെയായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശ നാണ്യങ്ങളുടെ ഒക്കെ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഫോറക്സ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളതിന്റെ ഷോർട്ടാണ് കേട്ടോ. ഫോറക്സ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഷോർട്ടാണ് ഫോറക്സ് എന്നുള്ളത്. അപ്പോൾ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിലെ ഫോറക്സ് റിസർവ് $700 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കറന്റ്ലി നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ആസ് ഓഫ് January 17, 2025 RBIയുടെ ഡേറ്റ പ്രകാരം ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് $623.9 ബില്യൺ ആണ്. ഒക്ടോബർ മാസത്തിൽ 700 മുകളിൽ പോയതാണ്. ഇന്നിപ്പോ ഏകദേശം പറയുവാണെങ്കിൽ നല്ല റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒക്ടോബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 70 ബില്യൺ റിഡക്ഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് തന്നെ ഒരാഴ്ചയിൽ January 17 $623.9 ആയിരുന്നല്ലോ. അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് $1.23 ബില്യൺ ഒരാഴ്ച കൊണ്ട് തന്നെ $1.23 ബില്യൺ ഒരു റെക്കോർഡ് ഡ്രോപ്പ് ആണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫോറിൻ റിസർവിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോളർ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഡോളർ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഒരു മാസങ്ങളിൽ കണ്ടിന്യൂസ്ലി പത്രം നോക്കി വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ റുപ്പി കണ്ടിന്യൂസ്ലി ഡിപ്രീസിയേഷൻ, അതായത് ഫണ്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കയിലെ ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപ് ജയിച്ചതിന്റെ ആ വാർത്ത വന്നതിന് ഭാഗത്തിന് ആ ഒരു വാർത്തയ്ക്കോടുകൂടി തന്നെ ഒരുപാട് ഫണ്ടുകൾ ഇന്ത്യയിൽ നിന്നും മാസങ്ങളായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് ട്രംപ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസി അദ്ദേഹം പിന്തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ എക്കണോമി കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തേക്കാം എന്നുള്ള വിശ്വാസത്താലാണ് ആളുകളെല്ലാം ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഒരുപാടധികം ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന ഇന്ത്യയുടെ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിപ്പിക്കും. കാരണം നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ ഇറക്കുമതിയുടെ ചെലവ് അത് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാടധികം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് തന്നെ ക്രൈസിസ് വരും. അതിന്റെ ഭാഗമായിട്ട് ഈ ഫണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാരോട് നമുക്ക് പോകാനെന്ന് പറയാൻ പറ്റത്തില്ലോ. അപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് ഫണ്ട് ഒരുപാട് ആവശ്യമാണ്. ഡോളറിന് വേണ്ടി ഡിമാൻഡ് കൂടുമ്പോഴാണ്, ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോഴാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് RBI ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പോക്ക് പുറത്തേക്ക് ഉണ്ടെങ്കിൽ RBI വിൽ കീപ്പ് ഓൺ എൻഷുറിംഗ് ദർ ഇസ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ഡോളർ ഇൻ ദ മാർക്കറ്റ്. അതിന്റെ ഭാഗമായിട്ട് ഡോളർ അഡിക്വേറ്റ് ആയിട്ട് ലെവൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യും? RBIയുടെ ഫോറിൻ റിസർവിൽ നിന്ന് ഈ ഡോളർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡോളർ മാർക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു ഫോറിൻ റിസർവിൽ റിഡക്ഷൻസ് സംഭവിച്ചത്. ഓക്കെ, അപ്പം പിടികിട്ടുന്നുണ്ടാവില്ല എങ്ങനെയാണ് റിഡക്ഷൻ സംഭവിച്ചത്. ബിക്കോസ് ആ ഡിപ്രീസിയേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്രീസിയേഷൻ ഈ ലെവലിലൊന്നുമല്ല. ഇപ്പൊ തൊട്ട് നമ്മൾ
കണ്ടാണ് 17 പൈസ ഡിപ്രീഷിയേറ്റ് ചെയ്തു. ആർ ബി ഐയുടെ ഇടപെടലിൽ നിന്ന് ഇല്ലാതിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ 17 പൈസ ഒന്നുമില്ല, അതിനേക്കാൾ ഒരുപാടധികം വലിയ തുകയിലേക്ക് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ആർ ബി ഐ എന്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യും, ഇറ്റ് വിൽ സെൽ ഡോളേഴ്സ്. അതുപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അപ്രീഷിയേറ്റും ചെയ്യാൻ പാടില്ല, ബിക്കോസ് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്തെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റുപ്പി ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലെവലിനും പരിധിയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ആർ ബി എന്ത് ചെയ്യും, നേരെ മാർക്കറ്റിൽ പോയിട്ട് ഈ ഡോളർ എല്ലാം വാങ്ങിക്കൂട്ടും. ഓക്കെ, ഡോളർ ഈ പറഞ്ഞ പോലെ വരുന്നവരോട് ഡോളർ വാങ്ങിക്കൂട്ടിയിട്ട് ആർ ബി ഐ പറഞ്ഞ പോലെ പൈസ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോഴേക്കുമാണ് ആർ ബിയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ് ആകുന്നത്. അപ്പൊ ആ ഒക്ടോബർ മാസങ്ങൾ എന്തുകൊണ്ട് ആർ ബി ഐക്ക് പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ് ആണെന്ന് ചോദിച്ചാൽ ആ ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആർ ബി ഐക്ക് കൂടിയത്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആർ ബിയുടെ ഫോറിൻ റിസർവ് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് പ്രകാരം നമുക്ക് ഈ ഒരു വാർത്തയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇതിന്റെ കാരണം ദിസ് വാസ് ബിക്കോസ് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മെയിൻലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മച്ച് ഓഫ് ദ ഡിക്ലൈൻ മേ ബി അട്രിബ്യൂട്ടഡ് ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്റർവീനിങ് ഇൻ ദ ഫോറക്സ് മാർക്കറ്റ് ടു സെൽ US ഡോളേഴ്സ്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യമാണ്. ആൻഡ് ദിസ് വാസ് ബിക്കോസ് ഇതിന് കാരണമാണ് ദ റുപ്പി ഹാഡ് ബീൻ അണ്ടർ ഡിസ്ട്രസ് സിൻസ് എൻഡ് ഓഫ് സെപ്റ്റംബർ ഡ്യൂ ടു സർജ് ഇൻ US ഡോളർ ആൻഡ് US ബോണ്ട് ഡീൽസ് ഓൺ എക്സ്പെക്ടേഷൻ ഓഫ് ഡൊണാൾഡ് ട്രംപ് ബിക്കമിംഗ് ദ നെക്സ്റ്റ് US പ്രസിഡന്റ്. ആ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷയാൽ ഇപ്പോൾ അമേരിക്കൻ എക്കണോമി സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ആ ഫണ്ട് മുഴുവനും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലാർജ് ഫോറിൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബിക്കോസ് FDI എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരാശരി 10 വർഷമൊക്കെ ദീർഘനാൾ ഇന്ത്യയിൽ നിൽക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നു പറഞ്ഞാൽ പെട്ടെന്ന് നിന്ന് വിട്ടുന്ന് പോകത്തില്ല, പക്ഷെ പെട്ടെന്ന് പോകുന്നതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. സോ ലാർജ് ഫോറിൻ പോർട്ട്ഫോളിയോ ഔട്ട്ഫ്ലോസ് ഫ്രം ദ ഇക്വിറ്റി മാർക്കറ്റ്. ഇക്വിറ്റി മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ആണ്. ഷെയർ മാർക്കറ്റ് ഇൻക്രീസ് ദ പ്രഷർ ഓൺ ദ റുപ്പി. പ്രഷർ റുപ്പി എന്ന് പറഞ്ഞാൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് സോ ദ RBI ഹാഡ് ടു സെൽ ദ ഡോളർ ഹെവിലി ടു സപ്പോർട്ട് ദ ഇന്ത്യൻ കറൻസി ആൻഡ് ദ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് 2024. അതുകൊണ്ടാണ് റുപ്പിക്ക് ഈ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ RBI ശ്രമിച്ചുകൊണ്ടിട്ടാണ് RBIയുടെ ഫോറിൻ റിസർവ് ഇപ്പോൾ കുറഞ്ഞത്. ആൻഡ് ദ ഡിക്ലൈൻ ഇൻ ഡോളർ ഹോൾഡിംഗ്സ് ഹാസ് ഡിപ്ലീറ്റഡ് റിസർവ്സ് ദോ ദിസ് ഹാസ് ബീൻ മിറ്റിഗേറ്റഡ് ബൈ ദ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ഇറ്റ്സ് അതർ ഹോൾഡിംഗ്സ് ഡിനോമിനേറ്റഡ് ഇൻ US ഡോളേഴ്സ്. ഈ പാരഗ്രാഫ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഇതാണ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനകത്ത് ഈ പറഞ്ഞ പോലെ ഇടപെടാനുള്ള അധികാരം കിട്ടുന്ന RBIക്ക് RBI ആക്ട് ഓഫ് 1934 പ്രകാരമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി മെയിൻലി നോക്കേണ്ടതാണ് കമ്പോണൻസ് ഓഫ് ദിസ് റിസർവ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ മറ്റ് കമ്പോണൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോറിൻ കറൻസികളാണ്, വിദേശ രാജ്യങ്ങളിലെ കറൻസീസ് ആണ് പ്രധാനപ്പെട്ട. രണ്ടാമതാണ് ഗോൾഡ് രൂപത്തിൽ നമ്മൾ ഇവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പിന്നെ IMFന്റെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സും, കാരണം അതും ഈ പറഞ്ഞ 5 മേജർ കറൻസീസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇവിടെ നമ്മൾ ഈ ഗോൾഡ് റിസർവ് ഇവിടെ കൊണ്ട് ഇനി അത് വായിച്ചു നോക്കാം. അതായത് ഈ കാലയളവിൽ നമ്മൾ ഫണ്ട് കുറെ പുറത്തേക്ക് പോകുമ്പോൾ RBIക്ക് ഈ പറഞ്ഞ മാർക്കറ്റിലേക്ക് ഡോളർ സെല് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ സമയങ്ങളിൽ ഇപ്പം നമ്മൾ ഇന്നലെ കൂടി ഡിസ്കസ് ചെയ്താണ്, സ്വർണ്ണത്തിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്വർണ്ണത്തിന്റെ വില ഉയർന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ മൂല്യം കൂട്ടി. കാരണം ഇന്നിപ്പം RBIയുടെ കയ്യിൽ ഒരു ഗ്രാം സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം, അതിന് $1 വില ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന്റെ മൂല്യം കൂടുന്നതനുസരിച്ച് ആ 1 ഗ്രാം സ്വർണ്ണം തന്നെ ഇവിടെ ഇരിക്കുമ്പോഴേക്കും നാളെ ചിലപ്പോൾ അത് $2 ആകാം, അല്ലെങ്കിൽ $3, കാരണം അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ RBI മാർക്കറ്റിലേക്ക് ഡോളർ പമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സാഹചര്യത്തിൽ അതേ ടൈമിൽ RBIയുടെ കയ്യിലുള്ള സ്വർണ്ണത്തിന്റെ മൂല്യം കൂടിയത് ഒരു പരിധി വരെ ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിപ്ലീറ്റ് ചെയ്യുന്നതിനെ RBI സഹായിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതാണ് ഈ പോയിന്റ്. ദ ഡിക്ലൈൻ ഇൻ ഡോളർ ഹോൾഡിംഗ്സ് ഹാസ് ഡിപ്ലീറ്റഡ് റിസർവ്സ് ദോ ദിസ് ഹാസ് ബീൻ മിറ്റിഗേറ്റഡ്. അതായത് അതിന്റെ ആഘാതം കുറച്ചിട്ടുണ്ട്. മിറ്റിഗേറ്റഡ് ബൈ ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇറ്റ്സ് അതർ ഹോൾഡിംഗ്സ് ഡിനോമിനേറ്റഡ് ഇൻ US ഡോളേഴ്സ്. അതർ ഹോൾഡിംഗ്സ് പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്ന ഗോൾഡിനെയാണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഗോൾഡ് ഹാസ് ഓൾസോ ഹെൽപ് ദ റിസർവ്സ്. ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിലാണ് 700 ബില്യൺ ക്രോസ് ചെയ്തത്. അവിടെ നിന്നും ഏകദേശം 11.6% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് എന്താണ്, ഇത് ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ ഹെഡ്ലൈനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ ഹെൽത്തി ഫോറക്സ് റിസർവ്? അപ്പൊ എങ്ങനെയാണ് ഒരു ഫോറക്സ് റിസർവ് ഹെൽത്തി ആണോ നമ്മൾ പരിശോധന ചോദിച്ചു കഴിഞ്ഞാൽ, ഐഡിയലി പറയുവാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ ഈ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ അളവ് ഹെൽത്തി ആണോ എന്ന് പരിശോധിക്കുന്നത് അവിടേക്കുള്ള ഇമ്പോർട്ടിന്റെ കവറിനെ നോക്കിയിട്ടാണ്. എത്ര നാളെ വരെയുള്ള ഇമ്പോർട്ടിനെ ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് നിർത്താൻ പറ്റും. ഐഡിയലി പറയുവാണെങ്കിൽ 10 മുതൽ 12 മാസം, അതായത് 10 മുതൽ ഒരു വർഷം വരെയുള്ള കവർ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒരു ഹെൽത്തി എന്ന് പറയാൻ പറ്റും. ഇന്ത്യക്ക് ഇതുണ്ടായിരുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇതുണ്ടായിരുന്നു, കുറച്ച് നാൾ വരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ കറന്റ് പറയുവാണെങ്കിൽ ഇത് ഇല്ല എന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ ഒരു 12 മാസത്തെ കവർ നോക്കുവാണെങ്കിൽ പ്രസന്റ് ഇമ്പോർട്ട് നോക്കുമ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി വി ഷുഡ് ഹാവ് അറൌണ്ട് 909, അതായത് 909 ബില്യൺ US ഡോളർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 12 മാസം ഒരു വർഷം വരെയുള്ള ഇമ്പോർട്ട് കവർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ കറന്റ് ഇപ്പൊ നമുക്ക് എത്രയുള്ളൂ? 623.9 ബില്യൺ ഉള്ളൂ. സോ ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് അഡിക്വേറ്റ് ഉള്ള ഹെൽത്തി ഫോറക്സ് റിസർവ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബട്ട് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് ഈ പറഞ്ഞ പോലെ
നമ്മൾ രണ്ടാമത്തെ ഒരു ഹെൽത്തി ആണോ നോക്കുന്നത് വിദേശത്തുള്ള നമ്മുടെ കടങ്ങൾ പൊതുകടങ്ങളൊക്കെ തന്നെ കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് അതിന്റെ നോക്കുന്നതാണ് ഈ ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റോൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റോൾ എന്ന് പറഞ്ഞാൽ ഓഫേഴ്സ് അനദർ മെത്തേഡ് ഫോർ മെഷറിംഗ് ദ ഹെൽത്ത്. അപ്പൊ നമ്മുടെ ഫോറസ്റ്റ് റിസർവിന്റെ ഹെൽത്ത് മെഷർ ചെയ്യാനുള്ള മറ്റൊരു റൂളാണ് ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റോൾ എന്ന് പറയുന്നത്. ദ പോസ്റ്റ്ലേറ്റ് റിക്വയർസ് ഫോറസ്റ്റ് റിസർവ്സ് ടു ഫുള്ളി കവർ ദ കൺട്രീസ് ഷോർട്ട് ടേം എക്സ്റ്റേണൽ ഡെപ്ത്. നമ്മുടെ എക്സ്റ്റേണൽ ഡെപ്ത് അതിൽ തന്നെ ഷോർട്ട് ടേം എക്സ്റ്റേണൽ ഡെപ്ത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായിട്ടുള്ള ഭാഗത്തിൽ നമ്മുടെ ഫോറിൻ റിസർവ് ഉണ്ടോ എങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തി ഫോറസ്റ്റ് റിസർവ് എന്ന് പറയാൻ പറ്റുന്ന റൂളാണ് ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റൂൾ. നിലവിലെ നമ്മുടെ കണക്കുകൾ പ്രകാരം ഷോർട്ട് ടേം എക്സ്റ്റേണൽ ഡെപ്റ്റ് നമ്മുടെ ഫോറിൻ റിസർവ് വെറും 18.9% മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ 100 രൂപയോളം ഫോറിൻ റിസർവ് ഉണ്ടെങ്കിൽ അതിനകത്ത് 18.9 18 രൂപ 90 പൈസ മാത്രമേ നമ്മൾ പുറത്തേക്കുള്ള പൊതുകടവുള്ളൂ. അപ്പൊ അത് പറയുകയാണെങ്കിൽ ആ റൂൾ ഈ ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റൂൾ പ്രകാരം നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഫോറസ്റ്റ് റിസർവ് വെരി ഗുഡ് ആണ്, വെരി ഹെൽത്തി ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെറും 18% മാത്രമേ 19% മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോറസ്റ്റ് റിസർവിന്റെ പൊതുകടവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ ഇമ്പോർട്ട് കവറിനെ വെച്ച് നോക്കുമ്പോൾ കറന്റ് ഇന്ത്യയുടെ ഈ പറഞ്ഞ രീതി അത്ര ഹെൽത്തി അല്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനി IMFന്റെ ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, അപ്പം ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റോൾ പ്രകാരം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം നോക്കാം. IMFന്റെ റൂൾ എന്ന് പറയുന്ന 4 കമ്പോണൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒന്നാമത്തെ പറഞ്ഞാൽ എക്സ്പോർട്ട് ഇൻകം. ഓക്കെ, നമ്മുടെ എക്സ്പോർട്ട് ഇൻകം ഈ പറഞ്ഞ നമ്മൾ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഈ പുറത്തേക്ക് കയറ്റുമതി ഇൻകത്തിനെ കവർ ചെയ്യാൻ പറ്റണം. ബിക്കോസ് പുറത്തേക്കുള്ള കയറ്റുമതി എന്ന് പറഞ്ഞാൽ ചിലപ്പം നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കയറ്റുമതി രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇൻകം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് എക്സ്പോർട്ട് ഇൻകത്തിനെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കും. ഇനി ബ്രോഡ് മണി ടു ക്യാപ്ചർ പൊട്ടൻഷ്യൽ റെസിഡൻസ് ക്യാപിറ്റൽ ഫ്ലൈറ്റ്. അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ റെസിഡൻസ് എന്ന് പറയുന്നത് വൺ ഹൂസ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പൊ അവരുടെ ഈ പറഞ്ഞ ഇന്ത്യയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്വത്തും ഒക്കെ അവർ പെട്ടെന്ന് വിട്ടിട്ട് പോകുന്ന വിചാരിച്ചോ, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ആക്കിയിട്ട് പോവുകയാണ്. അപ്പൊ അതിനെ കവർ ചെയ്യാനായിട്ട്, അതായത് ഇവിടെയുള്ള അസറ്റുകൾ നിർത്തി ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് പുറത്തേക്ക് പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ അങ്ങനെയുള്ള ക്യാപിറ്റലിനെ കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഫോറസ്റ്റ് റിസർവ് പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം ആദ്യം എക്സ്പോർട്ട് ഇൻകത്തിന്റെ കാര്യം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള, രണ്ടാമത്തെ ഇപ്പം ബ്രോഡ് മണി ടു ക്യാപ്ചർ പൊട്ടൻഷ്യൽ റെസിഡൻസ് ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്നുള്ള കാര്യം, മൂന്നാമത്തെ ഇപ്പം ഷോർട്ട് ടേം ഡെപ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം ഡെപ്റ്റിന്റെ കാര്യം, പിന്നെ അതർ ലൈബിലിറ്റീസ് റിഫ്ലക്ട് അതർ പോർട്ട്ഫോളിയോ ഔട്ട്ഫ്ലോ. ഇങ്ങനെയുള്ള ഈ 4 കാര്യങ്ങളെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. ഈ 4 കാര്യങ്ങളെ കവർ ചെയ്യാൻ പാകത്തിൽ ഈ 4 കൂടെ ചേർത്തിട്ടുള്ള ഒരു എമൗണ്ട് അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിന്റെ ആ ഒരു എമൗണ്ടിന്റെ 100 to 150% നമ്മുടെ ഫോറസ്റ്റ് റിസർവിൽ ഉണ്ടായിരിക്കണം. അതായത് 100 രൂപയാണ് ഇതെല്ലാം കൂടെ കവർ ചെയ്യുമ്പോൾ 100 രൂപ എന്ന് വിചാരിച്ചു. ആ 100 രൂപയാണെങ്കിൽ 100 മുതൽ 150 രൂപ നമ്മുടെ ഫോറസ്റ്റ് റിസർവിൽ ഉണ്ടെങ്കിൽ ഹെൽത്തിയാണ്. IMFന്റെ കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഫോറസ്റ്റ് റിസർവ് ഹെൽത്തിയാണ് വേണമെങ്കിൽ പറയാൻ പറ്റും. നിലവിൽ ഇന്ത്യയിലെ ആ കണക്ക് നോക്കുമ്പോൾ ഓക്കെയാണ്. ബിക്കോസ് ഇത് 4 കൂടെ ആഡ് ചെയ്തതിന്റെ 266% ഉണ്ട് നമ്മുടെ ഫോറസ്റ്റ് റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഈ പറഞ്ഞ ഉണ്ടായിരുന്നു. സെപ്റ്റംബറിൽ 266 ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ 236%. എന്നാലും അത് ഹെഡാണ്. 100 മുതൽ 150% ഉണ്ടായാൽ മതി. നമുക്കത് 236% നിലവിലുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നു ആ ഒരു കാര്യത്തിലും ആ ഒരു IMFന്റെ ക്രൈറ്റീരിയ പ്രകാരം ഇന്ത്യയുടെ റിസർവ് എന്ന് പറയുന്ന അഡിക്വസി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിനകത്ത് ആകപ്പാട് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത് ഈ ഒരു ഹെൽത്തി ഫോറസ്റ്റിനകത്ത് ഇമ്പോർട്ട് കവറിന്റെ നോക്കുമ്പോഴേക്കും ഇന്ത്യക്ക് ഒരു ചെറിയൊരു പോരായ്മയുണ്ട്. മറ്റേ ഈ ഗ്രീൻ സ്പാൻ ഗുയിഡോട്ടി റൂൾ പ്രകാരം ഓക്കെയാണ്. IMFന്റെ റൂൾ പ്രകാരം നോക്കുമ്പോൾ ARA റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്വസി റേഷ്യോ എന്നാണ്. ഫണ്ട് കോൾസ് അഡിക്വസി റേഷ്യോ അസസ്മെന്റ്. അതാണ് ARA എന്ന്, അഡിക്വസി റേഷ്യോ അസസ്മെന്റ്. അതിനകത്ത് ഓക്കെയാണ്. അപ്പം വലിയ പ്രശ്നം ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ബട്ട് നമുക്ക് ഇതിനകത്ത് എക്സാമിനകത്ത് മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് RBIയുടെ ഫോറസ്റ്റ് റിസർവ് ഡിപ്ലീറ്റ് ആകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോറിൻ എക്സ്റ്റേണൽ മാർക്കറ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ്, ഡോളർ സപ്ലൈ ചെയ്യുമ്പോഴാണ്, ഡിപ്രീസിയേഷൻ തടയാനായിട്ട് ഡോളർ സപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കുറയുന്നത്. നേരെ അപ്രീസിയേഷൻ ഇതാക്കാനായിട്ട് ഡോളർ ബൈബാക്ക് ചെയ്യും RBI. അന്നേരം ഈ പറഞ്ഞ ഫോറസ്റ്റ് റിസർവ് കൂടും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളതും. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ, സിഗ്നിഫിക്കൻസ് ആണ് മാനേജിങ് ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസും ഈ ഒരു എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ റീഅഷ്യൂർ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് റിസർവ് നമ്മളെ സഹായിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട ഒരു എന്താ പറയാ എന്താ പറയാ ഫോറസ്റ്റ് റിസർവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറൻസി അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ആ ഒരു പോയിന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. അതിന് ആൻസർ കണ്ടെത്തി നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.